വാർത്ത കണ്ടപ്പോൾ അതില് വയനാട്ടിലെ ദുരന്തമായാലും അതിന് ഉരുൾപൊട്ടലും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നല്ല സങ്കടമായി. അപ്പൊ ഞാൻ അതില് വീടുകൾ തകർന്നു, പിന്നെ സ്കൂൾ തകർന്നു, മനുഷ്യന്മാർ മരിച്ചു, പിന്നെ കുട്ടികൾ മരിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ എനിക്ക് ഒരു ആലോചന വന്നു. ഞാൻ കൂട്ടിവെച്ച പൈസ എടുത്തിട്ട് ഒരു പൈസ പമ്പ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ അതെടുത്തിട്ട് എന്റെ സ്കൂളിൽ കൊടുത്തിട്ട് സ്കൂളിലെ ടീച്ചർമാരൊക്കെ വയനാട്ടിലേക്ക് കൊടുത്തെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ വയനാട്ടിലുണ്ടായത്. അതിന്റെ ആഘാതത്തിൽ നിന്ന് മോചിതരാകാൻ നമുക്ക് എപ്പോഴും സാധിച്ചിട്ടില്ല. ആ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി നമ്മുടെ കുട്ടികളാണ് ആദ്യം തന്നെ ഈ ഒരു ആശയം കൊണ്ടുവന്നത്. അവരെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുക എന്നുള്ള ഇത് 1-2 കുട്ടികളാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വയനാടിനൊപ്പം എന്ന ഈ ഒരു ധനസമാഹരണ പദ്ധതി രൂപീകരിച്ചത്. കുട്ടികളുടെ മനസ്സിലും അതിന്റെ വേദനയും ആഴവും പരപ്പും എത്രയുണ്ടായി എന്നുള്ളത് അതിൽ നിന്നറിയാം. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾ മാത്രം, കൂടുതലും മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. അവരിൽ നിന്നും ഇത്രയും വലിയ ഒരു ധനസമാഹരണം, ഒരു വലിയ തുക തന്നെ അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഈ നാടിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു നേട്ടമാണ്.